ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പേര് ഞാൻ ലൈവ് വരുമ്പോഴൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫേസിലെ ഡൾനെസ് എങ്ങനെ മാറ്റാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഒരു ലൈവ് വന്നിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലെ ഡൾനെസ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റാമെന്നുള്ളത്. പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ്ലി നമ്മളുടെ സ്കിന്നൊന്ന് വൈറ്റൻ ചെയ്യണം അല്ലെങ്കിൽ ബ്രൈറ്റൻ ചെയ്യണം എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ നോർമലി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോവുക, ഫേഷ്യൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ ഒരു കല്യാണമോ അല്ലെങ്കിൽ എന്തൊരു ഫംഗ്ഷൻ ആയാലും നമുക്ക് ഫേസിന് ഒന്ന് ബ്രൈറ്റൻ അപ്പ് ആക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ആദ്യം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് ഫേഷ്യൽ ചെയ്യാന്നുള്ളതാണ്. സോ അപ്പോൾ നമ്മൾ ചില സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ സമയം ഉണ്ടാവില്ല, നമുക്ക് ആകെ ബിസി ഷെഡ്യൂളായിരിക്കും. എന്നാൽ പോലും നമ്മൾ ഇതിനൊക്കെ തിരക്ക് പിടിച്ചൊക്കെ പോകേണ്ട ഒരു അവസ്ഥയാണ്. സോ അപ്പോൾ അങ്ങനെയുള്ളവർ ഒട്ടും വിഷമിക്കണം. നിങ്ങളുടെ ഫേസിലെ ഡൾനെസ് ഒക്കെ മാറ്റി നന്നായിട്ട് ബ്രൈറ്റൻ അപ്പ് അതുപോലെ തന്നെ ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ്. എന്താ പറയുക, ഇത് ശരിക്കും നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഫാൻ ആവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, ബീട്രൂട്ട് ഫേഷ്യലാണ്. ഒരു വളരെ നമുക്ക് ചുരുങ്ങിയ ചിലവിൽ കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ 3 സ്റ്റെപ്പ് മാത്രമുള്ള ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ആദ്യം പറഞ്ഞതുപോലെ ബ്രൈറ്റൻ അപ്പ് ചെയ്യും നമ്മളുടെ ഫേസിനെ. നമ്മുടെ സ്കിൻ ടോൺ, നമ്മുടെ ഡൾനെസ് ഒക്കെ നല്ലതുപോലെ മാറ്റി സ്കിൻ ടോൺ നല്ല ബ്രൈറ്റൻ അപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ്, അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഒട്ടും തന്നെ ഈ ഫേസ് സൂക്ഷിക്കാണ്ട് എപ്പോഴും ഈ ഡൾനെസ് വരുന്നതിൻ്റെ മെയിൻ കാര്യം അതാണ്. ഈ ഒട്ടും സ്ക്രബും കാര്യങ്ങളും ഒന്നും ചെയ്യാണ്ട് ഫേസിൽ ഇങ്ങനെ അഴുക്കൊക്കെ കൂടിയിട്ടാണ് കൂടുതൽ പേർക്കും ഡൾനെസ് വരുന്നത്. സോ അപ്പം നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതുപോലെ നമ്മളുടെ അഴുക്ക്, എക്സ്ട്രാ ഉള്ള അഴുക്ക്, ഓയിലും ഒക്കെ മാറ്റി നമ്മളുടെ സ്കിന്നിനെ നന്നായിട്ട് ഗ്ലോ അപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ പിഗ്മെൻറ്റേഷൻ ഉള്ളവർ മസ്റ്റായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഫോളോ ചെയ്യേണ്ട ഒരു ഫേഷ്യൽ ാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം പിഗ്മെൻറ്റേഷനൊക്കെ സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ആഴ്ചയിൽ ട്രൈ ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ പിഗ്മെൻറ്റേഷൻ ഒരു 3 months 4 months ഒക്കെ കുറച്ച് സമയം എടുക്കും. നമ്മളുടെ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ, നാച്ചുറൽ റെമഡി ആയതുകൊണ്ട് തന്നെ സമയം എടുക്കും. പക്ഷേ മസ്റ്റായിട്ടും അത് പോവും, പിന്നെ അത് വരികയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റിയ ഒരു ഫേഷ്യലാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഒരു 3 സ്റ്റെപ്പാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നോർമലി നമുക്ക് അത് മതി. ഇപ്പോൾ ഒരുപാട് സ്റ്റെപ്പും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട. ഈ ഒരു 3 സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർബായിട്ട് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പോകാം കേട്ടോ. അപ്പം നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ്. നമ്മൾ സ്ക്രബാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ബീട്രൂട്ട് ഫേഷ്യൽ സ്ക്രബ് ഉണ്ടാക്കാനായിട്ട് ആദ്യം എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ ബീട്രൂട്ട് പൗഡറാണ്. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി എന്ന് പറയുമ്പം ഒരുപാട് ഇതായിട്ടുള്ള പൊടിഞ്ഞ അരിയല്ല. നമ്മളിപ്പോൾ പുട്ടിനൊക്കെ എടുക്കില്ലേ, പുട്ടിനൊക്കെ എടുക്കണേ പുട്ടുപൊടി, ആ ഇതാണ് നമ്മളിവിടെ എടുക്കണേ. പിന്നെ നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെടുത്ത അതേ അളവിന് നിങ്ങൾക്ക് തേങ്ങ, നമ്മൾ ചിരകിയ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ എടുത്തിട്ടുണ്ടെങ്കിലും മതി. ഒരുപാട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ മാത്രമായിട്ട് എടുക്കാം. അതല്ല നിങ്ങൾക്ക് ഒരുപാട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ട്, നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ 1 സ്പൂൺ പുട്ടുപൊടിയും 1 സ്പൂൺ തേങ്ങയും കൂടെ ഇട്ടിട്ട് എടുക്കാം കേട്ടോ. അത് ഓപ്ഷനാണ്. അപ്പം നോർമൽ സ്കിന്നുള്ളവരും ഓയിലി സ്കിന്നുള്ളവരും ഇത് തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണിയാണ് കേട്ടോ. അപ്പം നോർമൽ ടു ഓയിലി സ്കിൻ ഉള്ളവർക്ക് നമുക്ക് ഹണി എടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അത് കാരണം നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് ഡ്രൈ സ്കിൻ ഉള്ളവർ അറിയാം, ഇപ്പോൾ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്കിൻ ഒത്തിരി ഡീഹൈഡ്രേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി 1 സ്പൂൺ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പം നമുക്ക് ഒരുപാട് കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹണി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം വേണം ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ജസ്റ്റ് വെള്ളം കൊണ്ടൊന്ന് നല്ലതുപോലെ മുഖം കഴുകുക. അതിനുശേഷം നമ്മുടെ സ്ക്രബ് എടുത്തിട്ട് കുറേശ്ശെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാലും ഞാൻ പറയുകയാണ്, സ്ക്രബ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസും അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സും ഒക്കെ മാറാനായിട്ടാണ്. അപ്പോൾ ഇത് മസ്റ്റാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രബ് എന്ന് പറയുന്നത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഒന്ന് സ്കിപ്പ് ചെയ്യുകയൊന്നും ചെയ്യരുത്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളവരാണെങ്കിൽ ഒന്ന് ആവി കൊണ്ടതിന് ശേഷം സ്ക്രബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് റൗണ്ട് മോഷനിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ സ്ക്രബ് ചെയ്ത് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബീട്രൂട്ട് ഫേഷ്യൽ മസാജ് ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് ബീട്രൂട്ട് ഫേഷ്യൽ മസാജ് ജെൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പൂൺ ബീട്രൂട്ട് പൗഡറാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അലോവേര ജെല്ലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബ്രമറയുടെ ഫ്രാഗ്രൻസ് അതുപോലെ തന്നെ കളറൊന്നും ആഡ് ചെയ്യാത്ത നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് നമ്മളുടെ ബീട്രൂട്ട് ഫേഷ്യൽ മസാജ് ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ അപ്പോൾ ഇത് നമ്മൾ മസാജിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ഫേസ് മസാജ് ചെയ്യുക എന്നുള്ളതാണ്. സോ അപ്പം കുറച്ച് ക്രീം എടുത്തിട്ട് ഇതുപോലെ ജെല്ലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ചിത് വെച്ചിരിക്കണം കേട്ടോ, നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും. അപ്പോൾ ഇത് ഇതുപോലെ രണ്ട് കയ്യിലും ഒന്ന് ചെയ്തിട്ട് ഒരു റൗണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ കേട്ടോ നിക്കിലും കൂടെ ചെയ്യണം. നിക്കിലും മസ്റ്റായിട്ട് ചെയ്യുക. ഒരു 3 to 4 മിനിറ്റ്സ് മതി മസാജ് ചെയ്യുന്നത്. കാരണം ഒരുപാട് പിന്നെ അത് മാത്രമല്ല ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 സ്റ്റെപ്പും നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഫോളോ ചെയ്യാവുന്ന ഫേഷ്യലാണ്. കാരണം ചില ഫേഷ്യലുകൾ നമ്മൾ ആഴ്ചയിൽ അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതായതുകൊണ്ടും ഓവറായിട്ട് നമ്മൾ മസാജും കാര്യങ്ങളും ഒന്നും ചെയ്യാത്തതുകൊണ്ടും നിങ്ങൾക്കിത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാം കേട്ടോ. അപ്പം നല്ലതുപോലെ ഒന്ന് 3 to 4 മിനിറ്റ്സ് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യാം. അപ്പോൾ ആഫ്റ്റർ മസാജിങ് നമ്മൾ ഇനി പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് പാക്കാണ്, നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് ഫേഷ്യൽ പാക്ക് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചെറിയ സ്പൂൺ ബീട്രൂട്ട് പൗഡറാണ്. നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ കടലമാവാണ് കേട്ടോ. അപ്പോൾ ഇത് നോർമൽ ആൻഡ് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് കടലമാവും, ഓയിലി സ്കിൻ ഉള്ളവർക്ക് മുൾത്താനി മിട്ടിയാണ് കേട്ടോ എടുക്കാൻ പറ്റുന്നത്. അതുപോലെ നമ്മളിത് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിനും വ്യത്യാസമുണ്ട്. ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം കേട്ടോ അത് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നോർമൽ സ്കിൻ ഉള്ളവർക്ക് ഒന്നുകിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവരും പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. പിന്നെ ഓയിലി സ്കിൻ ആണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ തൈര് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാതെ എടുക്കാനായിട്ട്. പിന്നെ ഈ മിക്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്, നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പം എൻ്റെ നോർമൽ സ്കിൻ ആയതുകൊണ്ടാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തത്. പിന്നെ പാല് നോർമൽ സ്കിൻ ഉള്ളവർക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചില ആൾക്കാർക്ക് മുഖക്കുരു വരും, അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാം അല്ലെങ്കിൽ പാല്. അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർ മസ്റ്റായിട്ട് പാൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഓയിലി സ്കിൻ ഉള്ളവർ തൈര് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മുഖക്കുരു ഒന്നും ഉണ്ടാവാണ്ട് ഒരുപാട് നല്ലതാണ് അതിന് തൈര് വെച്ചിട്ട് നിങ്ങൾ ഫേഷ്യൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്. അപ്പോൾ മിക്സ് ചെയ്യുക, തൈര് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക ഓയിലി സ്കിൻ ഉള്ളവർ. മസാജ് കഴുകി കളഞ്ഞതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തേർഡ് സ്റ്റെപ്പാണ്. ഫേസ് പാക്ക് ഒന്ന് ജസ്റ്റ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വളരെ ലൈറ്റായിട്ടുള്ള ഒരു തിൻ ലെയർ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഓൾറെഡി നമ്മൾ ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് ആ ഒരു വൈറ്റനിങ്ങും അതുപോലെ തന്നെ ഒരു സ്കിൻ നല്ല ഒരു ഗ്ലോ ഒക്കെ വരും കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവും. ഇത് നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചർ കണ്ടൻ്റ് ഒന്നും അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് ഉള്ളതല്ല ഈ ഒരു ഫേഷ്യൽ. നല്ലതുപോലെ തന്നെ മുഖം നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 7 to 10 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഫൈനൽ ലുക്ക്. ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു സ്കിൻ ബ്രൈറ്റനിങ്ങും അതുപോലെ സ്കിന്നിന് ഒരു ഗ്ലോയും കാര്യങ്ങളും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു പൊടിക്കൈയായിട്ട് നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാജിങ് ജെല്ലില്ലേ, അത് നമുക്കൊന്ന് സ്കിന്നിൽ ഒന്ന് അപ്ലൈ ചെയ്ത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം കുറച്ച് നമ്മൾ ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഫേസ് കുറച്ച് നല്ല ഗ്ലോ അപ്പ് ഒക്കെ ആവാനായിട്ട് ഏറ്റവും നല്ലതാണിത്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുറച്ചെടുത്താൽ മതി. ഇത് നിങ്ങൾ കഴുകി ഒന്നും കളയേണ്ട, ഒരു മോയ്സ്ചറൈസർ പോലെ നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കുകയാണല്ലോ, പുറത്തോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഒരു അരമണിക്കൂർ അത് മുഖത്തൊന്ന് അബ്സോർബ് ആയിക്കോട്ടെ. അപ്പോൾ ഇതുപോലെ ഒരു നല്ല ഒരു എന്താ പറയുക, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ പോകുമ്പോഴായാലും എവിടെ പോകുമ്പോഴായാലും നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണിത്. സോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ അപ്പോൾ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ ഫേസ് നല്ലതുപോലെ ബ്രൈറ്റൻ അപ്പ് ആൻഡ് ഗ്ലോ ആയിട്ട് നിങ്ങളുടെ കമൻസുകളെല്ലാം അറിയിക്കുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.